ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് എങ്ങനെ സ്മോക്കി ഐസ് എഴുതാം എന്നുള്ളൊരു കുട്ടി വീഡിയോ ആണ്. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, സെലിബ്രിറ്റീസ് ഒക്കെ എഴുതുന്നുണ്ട് സ്മോക്കി ഐസ് കാണുമ്പോൾ എന്താ പറയുക, അതിനൊരു പ്രത്യേക അട്രാക്ഷനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യമായിട്ട് വേണ്ടത് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കാജലിൻ്റെ ഒരു സ്റ്റിക്കാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് എലൈറ്റിൻ്റെ കാജലാണ്. ഇതിന് 90 രൂപയാണെന്ന് തോന്നുന്നു ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് എടുത്തിട്ട് കണ്ണിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കും. പരന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ എന്തായാലും സ്മഡ്ജ് ചെയ്യുമല്ലോ. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ണാടി നോക്കിയിട്ടല്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടോ കുറച്ച്. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ എഴുതി കൊടുത്തിട്ടുണ്ട്, കാജിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൈകൊണ്ട് തന്നെ പരത്തും. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഇയർബഡൊക്കെ ഉപയോഗിക്കുക. എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് കൈകൊണ്ട് നമുക്ക് കണ്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഒരു ഐ ഷെയ്ഡ് കൊടുത്തിട്ട്, എൻ്റെ കയ്യിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഐ ഷെയ്ഡ് കൊടുത്തിട്ട് നമ്മൾ മേലെ അപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് മസ്കാര ഇട്ട് കൊടുക്കലാണ്. എൻ്റെ ഈ ഒരു ലെഫ്റ്റ് കണ്ണിൻ്റെ ഒരു ഐ മേക്കപ്പ് കഴിഞ്ഞു. നോക്കി വെക്കുക, എൻ്റെ ഈ ഒരു കണ്ണും എൻ്റെ ഈ കണ്ണും നമ്മളുടെ വ്യത്യാസം നോക്കി വെക്കുക. ഇപ്പോൾ നമ്മളതിൽ ആകെ കൂടി ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതി, അതിന് നമ്മൾ കൈകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഇയർബഡ്സ് വെച്ചിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് കൈകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതിന് മേലെ നമ്മൾ ഒരു ബ്രൗൺ ഐ ഷെയ്ഡ് ഇട്ടു. അതിനുശേഷം നമ്മൾ എന്താ പറയുക, മസ്കാര ഇട്ടു. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ഈ ഒരു കണ്ണിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതന്നെ ഇതും കൂടി ചെയ്തിട്ട് കണ്ണിൽ സ്മോക്കി ഐസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മളിപ്പോൾ ഫുൾ മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായി. ഇപ്പോൾ ഫുൾ മേക്കപ്പ് ചെയ്യണമെന്നില്ല, നമുക്കൊരു ഡെയിലി നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് സ്മോക്കി ഐസ് മാത്രം മതി. സ്മോക്കി ഐസ് മാത്രമാണെങ്കിൽ തന്നെ എന്താ പറയുക, അതൊരു പ്രത്യേക അട്രാക്ഷൻ ആയിരിക്കും. പിന്നെന്താ, ഇത് ഞാൻ ഏറ്റവും മിനിമം പ്രോഡക്റ്റ്സ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ചെയ്യാം, ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാം, ഇയർബഡ് ഉപയോഗിച്ച് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ കൈ ഉപയോഗിച്ച് ചെയ്യുന്നതിൽ ഏറ്റവും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇയർബഡാണ്. കൈ പോകുമ്പോൾ നമ്മുടെ കയ്യിലാവും. പ്രശ്നത്തിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അത് പ്രശ്നമുള്ളവർക്ക് ഇയർബഡ് വെച്ച് ചെയ്യാം. പിന്നെന്താ, മസ്കാര. പിന്നെ അടിയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു കണ്ണ് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണില്ലേ, ഇതാണ് നമ്മുടെ ഒരു സ്മോക്കി ഐസ് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുവരേക്കും ടാറ്റ ബൈ ബൈ, ലവ് യു.